ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു അടിപൊളി ബ്രൈറ്റനിങ് ഫേസ് പാക്കിനെ പറ്റിയിട്ടാണ്. ഇത് ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായി തോന്നിയിട്ടുള്ളൊരു ഫേസ് പാക്കാണിത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പച്ചമഞ്ഞളാണ്. പച്ചമഞ്ഞൾ ഇനിയിപ്പോൾ കിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞൾപ്പൊടി ആയാലും നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ഈ പച്ചമഞ്ഞൾ എടുത്തിട്ട് ആദ്യം ഒന്ന് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഇത് വൺ ടൈം യൂസിനുള്ളതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരിക്കലും ഞാൻ ഉണ്ടാക്കിയിട്ട് എടുത്തു വയ്ക്കാറില്ല. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് തൈരാണ് കേട്ടോ. വേറെ വെള്ളമൊന്നും നമ്മൾ ആഡ് ചെയ്യണില്ല. എൻ്റെ ഓയിലി സ്കിന്നായ കാരണമാണ് ഞാൻ തൈര് ആഡ് ചെയ്യണത്. നിങ്ങളുടെ ഡ്രൈ സ്കിന്നോ നോർമൽ സ്കിന്നോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോ മിൽക്ക് യൂസ് ചെയ്യാം. നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ നമുക്കിത് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് ഇതൊരു ക്ലീൻ ബൗളിലേക്ക് നമുക്ക് മാറ്റാം. ഈ ഫേസ് പാക്ക് വെറും 3 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ ഫൈനലായിട്ട് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കടലപ്പൊടിയാണ്. ഇത് എല്ലാ ഷോപ്സിലും അവൈലബിൾ ആണ്. കടലപ്പൊടി നല്ല ബ്രൈറ്റനിങ് എഫക്റ്റ് നമുക്ക് തരും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഈ പാക്ക് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് കട്ടിയിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഫേസിൽ മാത്രമല്ല, നമ്മൾ നെക്കിലും കൂടിയും എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും നമ്മൾ നെക്കിലും കൂടിയും ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ ഫേസിലും നെക്കിലും പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 50% ഡ്രൈ ആവണം. എന്നിട്ട് നല്ലൊരു മസാജ് നമ്മൾ ഫേസിനും നെക്കിനൊക്കെ കൊടുക്കണം. ഒരു 2 മിനിറ്റ്സോളം നമ്മൾ മസാജ് ചെയ്യണം. എന്നിട്ട് നോർമൽ വാട്ടറിൽ, അതായത് തണുത്ത വെള്ളത്തിലോ ചൂടുവെള്ളത്തിലോ ഒന്നല്ല, സാധാരണ വെള്ളത്തിൽ നമ്മൾ ഫേസ് വാഷ് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടാറ്റ, ബൈ ബൈ.